നമുക്ക് നേരെ ജമ്മു കാശ്മീരിലേക്ക് പോകാം. അവിടെ പൂഞ്ചിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുന്നതിനിടെ ഗുരുതരമായി പരുക്കേറ്റ ലാൻസ് നായിക് സുഭാഷ് ചന്ദ്രാണ് വീരമൃത്യു വരിച്ചത്. നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. പൂഞ്ചിന് പിന്നാലെ കുപ്വാരയിലും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ആ മേഖലയിലാകെ തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി സംഘർഷാവസ്ഥയാണ്, ഏറ്റുമുട്ടലാണ്. ഇപ്പോൾ മറ്റൊരു സൈനികന്റെ വീരമൃത്യു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തുന്നത്. എന്താണ് മേഖലയിലെ നിലവിലെ സാഹചര്യം? എന്ത് നീക്കമാണ്, ഒരു തിരിച്ചടിക്കുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രത്യാക്രമണം കൂടി ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിത, ഈ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശത്ത് ഭീകര സാന്നിധ്യം തിരിച്ചറിയുന്നതും തുടർന്ന് അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും. ആ സമയത്താണ് ഈ ലാൻസ് നായിക്കായിട്ടുള്ള സുഭാഷ് ചന്ദ്രന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ മേഖലയിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിക്കുന്നു. അതിനിടയിൽ തന്നെ കുപ്വാരയിലും സമാനമായ രീതിയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവിടെ തുടരുകയാണ്. നേരത്തെ കരസേനാ മേധാവി തന്നെ ഈ ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കൂടുതൽ സൈന്യത്തെ, ഏതാണ്ട് 3000 സൈന്യത്തെ അധികമായി വിന്യസിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും ഈ ഭീകര ആക്രമണങ്ങൾ ഇപ്പോഴും, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും അതുപോലെ തന്നെ ഭീകരാക്രമണവും ജമ്മുവിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ വരുന്ന വാർത്തയനുസരിച്ച് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു. കുപ്വാരയിൽ ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ്. പ്രജിൻ, പ്രവിത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.